ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി സഖ്യത്തിൽ പൊട്ടിത്തെറി. ശിവസേന ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ NCP ശരത് പവാർ വിഭാഗത്തിൻ്റെതാണ് പ്രതിഷേധം. മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ശിവസേന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും NCP ആണ് ഇവിടെ മത്സരിച്ചത്. അതേസമയം മഹാവികാസ് അഘാടി സഖ്യത്തിന് തിരിച്ചടിയായി വഞ്ചിത് ബഹുജൻ അഘാടി നേതാവ് പ്രകാശ് അംബേദ്കർ 9 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, മഹാവികാസ് അഘാഡിയിൽ സ്ഥാനാർത്ഥി നിർണയം വലിയ പ്രതിസന്ധിയിലാകുന്നു. സീറ്റ് വിഭജനം ഇപ്പോഴും ഇങ്ങനെ തർക്കത്തിൽ നിൽക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, വളരെ കാലമായി ഈ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷേ നീണ്ട കാലത്തെ ചർച്ചകൾക്കൊടുവിലും വലിയ പരിക്കുകളില്ലാതെ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ ഇപ്പോൾ മഹാവികാസ് അഘാടി സഖ്യത്തിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാംഗ്ലിയിൽ നോക്കൂ, സാംഗ്ലിയിൽ കോൺഗ്രസ് സ്ഥിരമായി മത്സരിക്കുന്ന അവരുടെ ഒരു ശക്തി കേന്ദ്രമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും അവിടെ BJP ആണ് വിജയിച്ചത്. 2009 അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അത്തരമൊരു മണ്ഡലത്തിൽ സീറ്റ് ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ചന്ദ്രഹാർ പാട്ടീലിനെ ഉദ്ധവ് വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ഗുസ്തി താരമാണ്. ഈ അടുത്താണ് ശിവസേനയിൽ ചേർന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതിനു മുമ്പ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിൽ കോൺഗ്രസ് കടുത്ത എതിർത്തിലായിരുന്നു. മഹാവികാസ് അഘാടി സഖ്യ ചർച്ചകളിൽ നിന്നൊക്കെ അവർ ഏറ്റവും ഒടുവിൽ വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവിടെ ഉദ്ധവ് ഉറച്ചു തന്നെയാണ്. സാംഗ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പേരും ഈ ഇന്ന് പ്രഖ്യാപിച്ച 17 അംഗ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. പിന്നീട് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ അമോൽ കീർത്തിക്കർ, അവിടെ സഞ്ജയ് നിരുപം, മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, സഞ്ജയ് നിരുപം മത്സരിക്കാറുള്ള മണ്ഡലമാണ്. അവിടെ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിതമാണ്. സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമീപകാലത്ത്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് മറികടന്ന് അവിടെ ശിവസേന തന്നെ മത്സരിക്കാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല NCPക്ക് കൂടി ഈ സീറ്റ് ചർച്ചയിൽ ഒരു തർക്കം ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടാവുന്നു. ഇന്നത്തെ പട്ടികയിൽ ഈ മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ സഞ്ജയ് ദീന പാട്ടീലിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് NCPയുടെ പ്രതിഷേധം. NCP പറയുന്നത് NCP മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയും സഞ്ജയ് ദീന പാട്ടീൽ തന്നെയായിരുന്നു NCPയുടെയും സ്ഥാനാർത്ഥി. 2019 തോൽവിക്ക് പിന്നാലെയാണ് അദ്ദേഹം ശിവസേനയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ശിവസേന സീറ്റും നൽകുന്നു. പക്ഷേ അദ്ദേഹത്തിനുള്ള സീറ്റ് അല്ലാതെ അത് NCPക്ക് കിട്ടേണ്ടതാണ് എന്നാണ് പ്രവർത്തകരുടെ ഒരു വികാരം. അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ NCPയുടെ മുംബൈയിലെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധം നടന്നു. ഇനി വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവരെ ഒപ്പം നിർത്തുക എന്നത് മുന്നണിക്ക് പ്രധാനമായിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഭജിക്കാൻ അവരുടെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞിരുന്നു. അവർ ഒപ്പം നിൽക്കാതിരുന്നതോടുകൂടി തന്നെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ തോൽവിക്ക് അവർ ഭിന്നിപ്പിച്ച വോട്ടുകളാണ് കാരണം. ഇത്തവണ അവരെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി. പക്ഷേ 4 സീറ്റിൽ കൂടുതൽ നൽകാൻ അവർക്ക് കഴിയില്ല എന്നത് മഹാവികാസ് അഘാടി അവരെ അറിയിച്ചു. ആ നിലപാടിൽ അവർ ഉറച്ചു നിന്നു. അങ്ങനെയാണ് 4 സീറ്റല്ല, ചുരുങ്ങിയത് 7 സീറ്റെങ്കിലും വേണമെന്നുള്ള നിലപാടിൽ അവരും ഉറച്ചു നിന്നോടെ ആ സഖ്യ സാധ്യതകൾ മങ്ങുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഉദ്ധവ് വിഭാഗത്തിൻ്റെയും ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ പ്രകാശ് അംബേദ്കർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നത് കണ്ടറിയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ സാധ്യതകളൊക്കെ മങ്ങുന്ന സൂചനകളാണ് ഇതോടകം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.